കെഎസ്ആർടിസിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ കെഎസ്ആർടിസി ചീഫ് ഓഫീസിന് സമീപത്താണിത്. ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും മാത്രമല്ല പൊതുജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു. കാർഡിയോളജി, ഓങ്കോളജി, ഗൈനക്കോളജി, ENT, നേത്രരോഗ വിഭാഗം, നെഫ്രോളജി, ഓർത്തോ, ഡെന്റൽ, മനോരോഗം, സൈക്കാട്രി, സർജറി, ന്യൂറോ, ഇത്രയും സേവനങ്ങൾ നമ്മൾ കിട്ടും. അതിന് വിദഗ്ധരായ നമ്മുടെ ഡോക്ടർ കൂടാതെ വിദഗ്ധരായ ഡോക്ടർമാർ എല്ലാ ദിവസവും 2-3 ഡോക്ടർമാരിൽ നിന്നും മൂകാംബിക മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവിടെ വരികയും അവരുടെ സേവനം നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ നടത്തുന്ന ടെസ്റ്റുകൾ, രക്തപരിശോധനകളെല്ലാം ഉണ്ട്. ലിവർ ടെസ്റ്റ് ഉണ്ട്, തൈറോയ്ഡ് ടെസ്റ്റ് ഉണ്ട്, എല്ലാം വിലപിടിപ്പുള്ള ടെസ്റ്റുകൾ. ഈ ടെസ്റ്റ് എല്ലാം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്റർ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരും. ജീവനക്കാർക്ക് അവിടെ 10%, അതിൽ 10% സൗജന്യമുണ്ട്. അടുത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ജീവനക്കാർക്കും ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും പാവപ്പെട്ടവർക്ക്, ഞാൻ മുമ്പ് പറഞ്ഞ അമ്മമാരുണ്ടല്ലോ, പ്രായമായ അമ്മമാർ, ആരും ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഇല്ലാത്ത അമ്മമാർ, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം MRI സ്കാൻ ചെയ്യാൻ വെളിയിൽ ചിലവ് 7000 രൂപ, 2500 രൂപയ്ക്ക് ചെയ്തു കൊടുക്കും. ഇവിടെ നിന്ന് അവരെ സൗജന്യമായി വാഹനത്തിൽ കയറ്റി മൂകാംബിക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതുപോലെ അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1500 രൂപയാണ് വെളിയിൽ ചാർജ് ചെയ്യുന്നത്. ഇവിടെ 500 രൂപ ചാർജ് ചെയ്യുന്നത്. 500 രൂപ ഇതാണ് നമ്മുടെ ചാർജ്. അത് ഈ ആശുപത്രിയിലേക്കും തിരിച്ചിങ്ങോട്ടും സൗജന്യമായി വാഹനത്തിൽ നമ്മൾ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അതേ തുടർന്നുള്ള ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ അതിനും മൂകാംബിക മെഡിക്കൽ കോളേജിൽ നമുക്ക് വളരെ സൗജന്യമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. ഡയാലിസിസിന് പ്രാധാന്യം നൽകുന്ന ആശുപത്രിയാണ് വിഭാവനം ചെയ്തത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ നൽകിയിട്ടുണ്ട്. നിംസ് ആശുപത്രിയിൽ നിന്ന് നെഫ്രോളജിസ്റ്റിന്റെ സേവനം സൗജന്യമായി ലഭിക്കും. ഇതുവഴി പാവപ്പെട്ട രോഗികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഡയാലിസിസ് ചെയ്യാനാകും. ഇതിനായി 10 കിടക്കകൾ ആദ്യഘട്ടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 10 കിടക്കകളും 10 ഡയാലിസിസ് മെഷീനുകളും സ്പോൺസർഷിപ്പിലൂടെ ലഭ്യമാക്കും. 10 പേർക്ക് ഒരേ സമയം ഡയാലിസിസ് ചെയ്യാനാകും. എല്ലാ മരുന്നുകളും ന്യായവിലയ്ക്ക് ആശുപത്രിയിലെ ഫാർമസിയിൽ നിന്ന് ലഭ്യമാകും. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുമായി ചേർന്ന് രക്തപരിശോധന ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കാനിംഗ് സെന്ററും ആശുപത്രിയിലുണ്ട്.